ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ എന്നിങ്ങനെ മുനീന്ദ്രോക്തികൾ കേട്ടുടൻ അന്നേരം ആനന്ദശാലി വിതുരരും ചെമ്മേ തൊഴുതു ചോദിച്ചാൻ, അതെന്തോ തൻ മകൾ തന്നെ വേട്ടോരു മഹേശനിൽ വൈരം പ്രജാപതിക്കുണ്ടായി ചമഞ്ഞതിൻ കാരണം നേരെ തിരിച്ചരുൾ ചെയ്യമേ. എങ്കിലോ കേട്ടുകൊള്ളുക എന്നുര ചെയ്തസങ്കലിതാനന്ദമോടു അരുളെ ചെയ്ത മുന്നം പ്രജാപതിമാർ ചെയ്ത സത്രഭൂതന്നിലമ്മാരെഴുന്നള്ളി മഹേശ്വരൻ. മുന്നം പ്രജാപതിമാർ ചെയ്ത സത്രഭൂതന്നിലമ്മാരെഴുന്നള്ളി മഹേശ്വരൻ. ചെന്നാനവിടേക്കു ദക്ഷൻ കൂടവേ വന്നതു കണ്ട് അഖിലേശ്വരൻ ഈശ്വരൻ മൃത്യുബോദ്ധാനങ്ങളാദികളൊന്നും അങ്ങത്യരം ചെയ്തതില്ലായ്കയാൽ അക്ഷണം കോപം വളർന്നു ശപിച്ചാൻ മഹേശനെ തപേന. സത്രകവിർഭാഗമകുതേ മേലിൽ ഇതു മുതലായി ഒഴിഞ്ഞിടുമേ. സത്രകവിർഭാഗം അങ്ങുത്തേ മേലിൽ ഇതു മുതലായി ഒഴിഞ്ഞിടുമേ. കാലവും നന്നായിരുന്നു കൊള്ളുക, കാലവും നന്നായിരുന്നു കൊള്ളുക എന്നവൻ താൻ അഭിഷംഗവും ചെയ്തിരിക്കും വിധോ മാനം കലർന്നെഴും നന്ദികേശൻ തഥാ ദക്ഷനെയും അനുചാരികൾ തമ്മയും ഉൾക്കാമ്പിൽ നേരറിവില്ലായകയാൽ ഇനി തത്വാർത്ഥ ബോധ വിചാരമില്ലായ എന്നുൾ തൂർന്ന ഗോപാൽ ശപിച്ചിതു കൂടവേ. ഭൃത്യരെ കൂടെ ശപിച്ചതു കേൾക്കയാലെത്രയും കോപം കലർന്നു ഭൃഗുമുനി ചിത്തേ. വളർന്ന പരിഭവത്തോടുടൻ മൃത്യുഞ്ജയ ഭക്തരാം അവർ തമ്മയും പാഷണ്ഡികളായി ചമക എന്ന ശാപവും രോഷേണ ചെയ്തു വേഗേന വാങ്ങിടിനാൻ. ഭൂതേശനും എഴുന്നള്ളിനാൻ ദക്ഷനും യാതനായങ്ങു ബൃഹസ്പതി യജ്ഞവും കോപ്പിട്ടുകൊണ്ടാൻ. ജഗത്രയവാസികൾ കോപ്പിട്ടതിന്നു ചെന്നിടിനാർ ഒക്കവേ. നാനാദിഗന്ധരം തോറും മരുവിന നാനാ പ്രമുഖരും ദക്ഷയാഗോത്സവം കൺമതിന്നും ശ്രമിപ്പാനുമായിക്കൊണ്ട് അധികാംനായ സംഭരിതോപചാരേ സമം പോകുന്ന കോശങ്ങൾ കണ്ടും അഹന്തത്താനേകാഗ്ര ചിന്തയാകട്ടും സതീദേവി പോകയിലങ്ങുതനിക്കും
അകത്താരില്ലാകാംക്ഷയുണ്ടായി ചമഞ്ഞതു തന്നുടെ ജീവനാഥൻ പരമേശ്വരനോടു അനുഭാവമോദാൽ ഉണർത്തിച്ചാൾ പുണർന്നുടൻ